പ്രൈസ് ദി ലോർഡ് പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 1-2 ദിവസങ്ങളിലായി ഐഫ് മിഷൻ യൂട്യൂബ് മീഡിയ ചാനലിൽ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മുടെ പരിശുദ്ധമായ ദേവാലയത്തിലേക്ക് കടന്നു വരുന്ന പ്രിയപ്പെട്ട സഹോദരിമാരുടെ ചിലരുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് വ്യക്തമായിട്ട് പ്രതിപാദിക്കുകയുണ്ടായി. ആ വീഡിയോകൾ കണ്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും അപ്പച്ചന്മാരും അമ്മച്ചിമാരും യുവാക്കളും യുവതികളും അടങ്ങുന്ന നിരവധി പേരുടെ ഒരു സംഘം തന്നെ അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞ് സന്ദേശങ്ങൾ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പലരും ഫോണിലൂടെയും മറ്റും ഞങ്ങളോട് ബന്ധപ്പെടുന്നുണ്ട്. വീണ്ടും ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരാനുണ്ടായ സാഹചര്യം മറ്റൊന്നുമല്ല, ആ വീഡിയോ കണ്ട് ചിലരുടെ മനസ്സിൽ കൂടിയ തെറ്റിദ്ധാരണകൾ, അതായത് ഇതൊരു സ്ത്രീവിരുദ്ധ ചാനലാണ്, സ്ത്രീകളോടുള്ള വെറുപ്പ് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, സ്ത്രീകളെ അവഹേളിക്കുന്നതിന് തുല്യമാണ് എന്ന രീതിയിലൊക്കെ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ഒരിക്കലുമല്ല. ഏതായാലും അവരുടെ തെറ്റിദ്ധാരണ നമുക്ക് മാറ്റിക്കൊടുക്കാം. ഈ വീഡിയോ കാണുന്നതിന് മുമ്പായി ഞാൻ പറഞ്ഞതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറക്കിയ ആ 2 വീഡിയോകളിൽ ഞാൻ പറഞ്ഞതിൽ എവിടെയെങ്കിലും സ്ത്രീവിരുദ്ധത ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. ആ വീഡിയോയുടെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരിക്കൽ കൂടി കൊടുക്കുകയാണ്. അത് കണ്ടതിന് ശേഷം നിങ്ങളെല്ലാവരും ഈ വീഡിയോയിലേക്ക് കടന്നു വരിക. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു പച്ചയായ സത്യം നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചത്? പ്രത്യേകിച്ച് ഇങ്ങനെയൊരു മേഖലകളിൽ വ്യാപരിക്കുന്ന ഞങ്ങളുടെ കർത്തവ്യം തെറ്റിലേക്ക് പോകുന്നവരെ തിരുത്തുക എന്നത് തന്നെയാണ്. ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ചില യാഥാർത്ഥ്യങ്ങൾ കൺമുമ്പിൽ പെട്ടപ്പോൾ ഈ കാലഘട്ടത്തിൽ അത് ചൂണ്ടിക്കാണിക്കാതിരിക്കുവാൻ മനസ്സ് അനുവദിക്കുന്നില്ല. പ്രിയമുള്ളവരില്ലെങ്കിൽ ഞാനൊരു അന്ധനായി ജനിക്കണമായിരുന്നു. ഞാൻ വ്യാപരിക്കുന്ന ഈ കാലഘട്ടം ഇത്രയും ദുർഘടമാണെന്ന സത്യം ഇനിയും ആർക്കൊക്കെയോ മനസ്സിലാവാതെ പോവുകയാണ്. തിരുവചനം അതുകൊണ്ടല്ലേ പറയുന്നത്, നിങ്ങൾ സർപ്പങ്ങളെപ്പോലെ വിവേകികളും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരും ആയിരിക്കണമെന്ന്. എൻ്റെ പ്രിയമുള്ളവരെ, വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകേണ്ട. സാമാന്യ ബുദ്ധിക്ക് നമുക്ക് ചിന്തിക്കാം, എന്തുകൊണ്ടാണ് ഒരു ദേവാലയത്തിനുള്ളിലേക്ക് കടന്നു പോകുമ്പോൾ, ചില തീർത്ഥാടന സ്ഥലങ്ങളിലേക്കെല്ലാം നാം കടന്നു പോകുമ്പോൾ അവിടുത്തെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കണമെന്ന് എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്കറിയാമോ, എത്രയോ മക്കൾ വന്ന് അവരുടെ കണ്ണീര് വീണുണങ്ങിയ പുണ്യഭൂമിയിലാണ് ഞാനും നിങ്ങളും കടന്നു വന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. ആ കണ്ണീര്, അവരുടെ കണ്ണീരിനെങ്കിലും നമ്മൾ വില കൊടുക്കണ്ടേ? അതിനെങ്കിലും നമ്മൾ മാനിക്കേണ്ടേ? എത്രയോ മക്കളുടെ വേദന നിറഞ്ഞ, സങ്കടം നിറഞ്ഞ, കണ്ണീര് വീണുണങ്ങിയ പുണ്യഭൂമികളാണ് ഓരോ ദേവാലയവും തീർത്ഥാടന സ്ഥലങ്ങളും. അതുകൊണ്ട് അവിടെ വ്യാപരിക്കുമ്പോൾ, അത് ഏത് സമുദായത്തിൻ്റെ ആയിക്കോട്ടെ, അവിടെ വ്യാപരിക്കുമ്പോൾ നാം പാലിക്കേണ്ട ചില മര്യാദകൾ, നാം വ്യാപരിക്കേണ്ട ചില മേഖലകൾ, അത് എത്രത്തോളം പരിശുദ്ധിയായിരിക്കണമെന്നുള്ള തിരിച്ചറിവ് നമ്മൾക്ക് എന്തുകൊണ്ടാണ് ഇല്ലാതെ പോകുന്നത്? അതുകൊണ്ട് ഇവിടെ ആരെയും കുറ്റപ്പെടുത്താനോ വേദനിപ്പിക്കാനോ അല്ല, ഒരു സ്ത്രീ വിരുദ്ധ ചാനലായതുകൊണ്ടല്ല. അന്നും ഇന്നും 100% ദൈവത്തിൻ്റെ സുവിശേഷം ഈ ചാനലിലൂടെ കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൽ വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. അതുകൊണ്ട് ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല പ്രിയപ്പെട്ട എൻ്റെ സഹോദരിമാരെ. യഥാർത്ഥത്തിൽ എന്താണ് സ്ത്രീ വിരുദ്ധത എന്ന് നിങ്ങൾ ആരും മനസ്സിലാക്കിയിട്ടില്ല. എന്താണ് യഥാർത്ഥത്തിൽ സ്ത്രീ വിരുദ്ധത എന്ന് പറയുന്നത്? സ്ത്രീകളോടോ പെൺകുട്ടികളോടോ ഉള്ള വെറുപ്പ്, അവഹേളനം അല്ലെങ്കിൽ മുൻവിധി എന്നിവയൊക്കെയല്ലേ യഥാർത്ഥത്തിൽ സ്ത്രീ വിരുദ്ധത എന്ന് പറയുന്നത്? ഇവിടെ ഞാൻ പറഞ്ഞതിൽ എന്താണ് പ്രിയപ്പെട്ട സഹോദരിമാരെ സ്ത്രീ വിരുദ്ധത നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുക? എനിക്കെങ്ങനെയാണ് സ്ത്രീകളെ ഇഷ്ടപ്പെടാതിരിക്കാനാവുക? ഞാനും ഒരു അമ്മയുടെ വയറ്റിൽ നിന്നും ജനിച്ചൊരു വ്യക്തിയല്ലേ? എനിക്ക് 2 സഹോദരിമാരുണ്ട്. അവരുടെ കൈകളിൽ കിടന്നു തന്നെയാണ് ഞാൻ വളർന്നതും ജീവിച്ചതുമെല്ലാം. അവരോടൊപ്പമാണ് ഞാനും ഇപ്പോൾ ആയിരിക്കുക. അത്രത്തോളം ഞാനവരെ ആദരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർ ഈ സമൂഹത്തോട്, ലോകത്തോട് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ എനിക്കത് ചൂണ്ടിക്കാണിക്കാതിരിക്കാനാവുമോ? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇതൊരു സ്ത്രീ വിരുദ്ധത എന്ന രീതിയിൽ നിങ്ങളെടുത്തിരിക്കുന്ന ആ തെറ്റിദ്ധാരണ ദയവായി മാറ്റുക. അന്നും ഇന്നും ദൈവത്തിന് മുമ്പിൽ 100% സുവിശേഷം കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു ചാനൽ തന്നെയാണ് ഇത്. പ്രിയമുള്ളവരെ, ദേവാലയത്തെക്കുറിച്ചും അതിൻ്റെ വിശുദ്ധിയെക്കുറിച്ചും വ്യക്തമായൊരു അറിവോ കാഴ്ചപ്പാടോ ഇല്ലാത്തവരല്ലേ ചിലപ്പോഴൊക്കെ ഇങ്ങനെ അറിവില്ലായ്മ കൊണ്ട് തെറ്റിദ്ധരിച്ചു പോകുന്നത്? എന്താണ് പ്രിയമുള്ളവരെ ദേവാലയത്തെക്കുറിച്ച് നമ്മുടെ സഭയുടെ കാഴ്ചപ്പാട്? ഇപ്രകാരമാണത്: വിശുദ്ധ കുർബാന ആഘോഷിക്കുകയും കാത്തു സൂക്ഷിക്കുകയും വിശ്വാസികൾ സമ്മേളിക്കുകയും ചെയ്യുന്ന പ്രാർത്ഥനാ ഭവനമാണ് നമ്മുടെ ദേവാലയം.
യാഗപീഠത്തിൽ നമുക്കായി വിശ്വാസികളുടെ സഹായത്തിനും ആശ്വാസത്തിനുമായി സമർപ്പിക്കപ്പെട്ട നമ്മുടെ രക്ഷകനായ ദൈവപുത്രൻ്റെ സാന്നിധ്യത്തെ ആരാധിക്കുന്ന ഭവനം ഭംഗിയുള്ളതും പ്രാർത്ഥനയ്ക്കും തിരുക്കർമ്മങ്ങൾക്കും ഇണങ്ങുന്നതുമായിരിക്കണം. CCC 1181 കുർബാനയാകുന്ന വലിയ പ്രാർത്ഥനയെ വ്യാപിപ്പിക്കുന്നതും ആന്തരികമാക്കുന്നതുമായ ധ്യാനത്തിലേക്കും മൗന പ്രാർത്ഥനയിലേക്കും ക്ഷണിക്കുന്ന ഒരു സ്ഥലം കൂടിയായിരിക്കണം നമ്മുടെ ദേവാലയം. CCC 1185 സാർവത്രിക സഭയുടെ മതബോധന ഗ്രന്ഥം ദേവാലയത്തെക്കുറിച്ച് പറയുന്ന ഭാഗമാണ് മേൽ പറഞ്ഞത്. വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്ന സ്ഥലം മാത്രമല്ല, വിശുദ്ധ കുർബാനയെ പ്രാർത്ഥനയുടെ മറ്റ് അവസരങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കാനും ആ ചൈതന്യത്തിൽ നിലനിൽക്കാനും പ്രചോദനം നൽകുന്ന ആത്മീയത നിറഞ്ഞു നിൽക്കുന്ന സ്ഥലം കൂടിയാണ് പ്രിയമുള്ളവരെ ദേവാലയം. മറ്റു വാക്കുകളിൽ ആത്മീയ അനുഭവം നിറഞ്ഞു നിൽക്കുന്ന നിരന്തര പ്രാർത്ഥനയുടെ സ്ഥലമാണ് ആ പുണ്യഭൂമി എന്നതാണ് സഭയുടെ പ്രബോധനം. പ്രതിഷ്ഠയാലോ ആശീർവാദത്താലോ ദൈവാരാധനയ്ക്ക് മാത്രമായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന കെട്ടിടമാണ് ഓരോ ദേവാലയവും എന്ന് സഭാനിയമം നിർവചിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവഭവനത്തിൻ്റെ പരിശുദ്ധിക്ക് നിരക്കാത്ത കാര്യങ്ങളെല്ലാം ദേവാലയങ്ങളിൽ നിന്നും അകറ്റി നിർത്തിയേ മതിയാവൂ. ദൈവഭവനത്തിന് ചേർന്ന ശുചിത്വം ദേവാലയങ്ങളിൽ പാലിക്കപ്പെടുന്നുണ്ടെന്നും ഉറപ്പുവരുത്തുവാൻ ബന്ധപ്പെട്ടവർ ശ്രദ്ധിച്ചേ മതിയാവൂ. ദേവാലയത്തിൻ്റെ പരിശുദ്ധിയും ദേവാലയത്തിൻ്റെ ഉപയോഗവും ദേവാലയം വിശദമായി കാത്തു സൂക്ഷിക്കുവാൻ ബന്ധപ്പെട്ടവരുടെ ഉത്തരവാദിത്വവും മേൽപ്പറഞ്ഞ പ്രബോധനങ്ങളിലും നിയമങ്ങളിലും വളരെയധികം വ്യക്തമാക്കുന്നുണ്ട്. ഇനി നിങ്ങൾ തന്നെ തീരുമാനിക്കൂ, ഇനി നിങ്ങൾ തന്നെ ചിന്തിക്കൂ, എന്തുകൊണ്ടാണ് ഇത്രമാത്രം ചങ്കുപൊട്ടി ഞാനെന്ന വ്യക്തി ഈ ദേവാലയത്തെക്കുറിച്ച് പരിശുദ്ധിയെക്കുറിച്ച് പറയുമ്പോൾ പ്രതികരിക്കുന്നത് എന്ന്. എല്ലാവരെയും ദൈവം ഒരു തിരിച്ചറിവിലേക്ക് നയിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.